ഹലോ മൈ ഡിയർ കിഡ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് EVSൻ്റെ തേർഡ് യൂണിറ്റ് വിങ്ഡ് ബഡ്ഡീസ് ആണ്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് EVS ക്ലാസ്സുകളുടെ മറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിലെ ക്ലാസ് 4 എന്ന പ്ലേലിസ്റ്റിലുണ്ട്. ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് പ്ലേലിസ്റ്റിലും കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാനും ഇനി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് മിസ്സാവാണ്ടിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. Okay dears, the lesson Winged Buddies is all about the interesting things about the birds around us. So, let's begin our journey with the lesson Winged Buddies. Textbook page number 48. Winged Buddies, ചിറകുള്ള കൂട്ടുകാർ. Can you tell me what is happening in this picture? തന്നിരിക്കുന്ന ചിത്രത്തിൽ മക്കൾ എന്തൊക്കെ ശ്രദ്ധിച്ചു? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ചിറകുള്ള കൂട്ടുകാരെന്നാണല്ലേ. ചിറകുള്ള കൂട്ടുകാർ ആരാണ്? പക്ഷികൾ. സോ ഈ ചാപ്റ്റർ മുഴുവൻ പക്ഷികളെക്കുറിച്ചാണ്. ഈ ചിത്രത്തിലും ഒരുപാട് പക്ഷികളെ നമുക്ക് കാണാം. പക്ഷികൾ മാത്രമാണോ മക്കളെ? ഒരു കുട്ടി അവിടെ നിന്ന് ബൈനോക്കുലറിലൂടെ ഈ പക്ഷികളെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ടല്ലേ. ദൂരെയുള്ള വസ്തുക്കളെയൊക്കെ അടുത്ത് കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ബൈനോക്കുലർ. അതിലൂടെ ആ കുട്ടി പക്ഷികളെ നോക്കിക്കാണുകയാണ്. ഏതൊക്കെ പക്ഷികൾ അവിടെ ഉണ്ടെന്നും കൂടി പറയാമോ? കാക്ക, മരംകൊത്തി, തത്ത, മൂങ്ങ, പ്രാവ്, കൊക്ക്, അങ്ങനെ ധാരാളം പക്ഷികൾ ഈ ചിത്രത്തിലുണ്ടല്ലേ. എങ്ങനെ നമുക്ക് ഈ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാം മക്കളെ? The picture shows a beautiful forest scene filled with many colorful birds and a boy observing them through binoculars. Around him, there are many birds of different kinds, some walking in the ground, others flying in the sky, and several perched on the branches of the tree. ഈ ചിത്രത്തിൽ ഏതൊക്കെ ബേർഡ്സിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു മക്കളെ? യു ക്യാൻ സീ പാരറ്റ്സ്, വുഡ്പെക്കർ, എ ക്രോ, എ ഹെറൺ, കിങ്ഫിഷർ, ഔൾ ആൻഡ് മെനി other small birds. One tree has hanging nest showing that it's a home for some birds. In the middle of the picture there is a small pond where a few birds are drinking water. ഓക്കെ ഡിയേഴ്സ്, ഇനി നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം. The teacher started the class that day by playing a bird song. അന്നത്തെ ദിവസം ടീച്ചർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? ഒരു പക്ഷി പാടുന്ന പാട്ട് പ്ലേ ചെയ്തുകൊണ്ടായിരുന്നു. ഒരു പക്ഷിയുടെ സൗണ്ട്. Have you heard this bird song? The teacher asked. നിങ്ങൾ ഈ ബേർഡിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിങ്ങനെ പാടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ടീച്ചർ ചോദിച്ചു. Can you identify this singing bird? ഇങ്ങനെ പാട്ട് പാടുന്ന ഈ ബേർഡിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് ടീച്ചർ കുട്ടികളോട് ചോദിച്ചു. Has anyone seen it? ആരെങ്കിലും ഈ പക്ഷിയെ കണ്ടിട്ടുണ്ടോ? The class was silent. Its name is white-cheeked barbet. ചിന്നക്കുട്ടുറുവൻ, അയാൻ സെഡ്. അപ്പോൾ അയാൻ എന്ന കുട്ടി പറഞ്ഞു, ഈ പക്ഷിയുടെ പേര് വൈറ്റ് ചീക്ഡ് ബാർബറ്റ് എന്നാണ്, അഥവാ ചിന്ന കുട്ടുറുവൻ എന്ന് മലയാളത്തിൽ വിളിക്കും. വാട്ട് ഈസ് ദ കളർ ഓഫ് ദിസ് സിംഗിങ് ബേർഡ്? ഈ ബേർഡിൻ്റെ കളർ എന്താണ്? ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ ടീച്ചർ, സൈറ റെസ്പോണ്ടഡ്. ടീച്ചർ ചോദിച്ചു, ഈ പക്ഷിയുടെ കളർ നിങ്ങൾക്കറിയാമോ എന്ന്. അപ്പോൾ സൈറ എന്ന കുട്ടി പറഞ്ഞു, ഈ പക്ഷിയുടെ നിറം ഗ്രീൻ ആണെന്ന്. ദിസ് ബേർഡ് ഈസ് ഓൾസോ കോൾഡ് പച്ചില കുടുക്ക. ഈ ബേർഡിന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ് മക്കളെ? പച്ചില കുടുക്ക. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ കോളിംഗ് ഇറ്റ് ലൈക്ക് ദാറ്റ്? ദ ടീച്ചർ കണ്ടിന്യൂഡ്. പച്ചില കുടുക്കയെന്ന് ഈ പക്ഷിയെ വിളിക്കാനുള്ള കാരണം എന്താകും? ടീച്ചർ തുടർന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാമോ മക്കളെ, എന്തുകൊണ്ടായിരിക്കും പച്ചില കുടുക്കയെന്ന് ഈ പക്ഷിയെ വിളിക്കുന്നതെന്ന്? കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലും കാടുകളിലുമാണ് ഈ പക്ഷി കാണപ്പെടുന്നത്. വെള്ളക്കവൾ പണിക്കാരൻ അഥവാ വൈറ്റ് ചീക്ഡ് ബാർബറ്റ് എന്നും ചോളപ്പണിക്കാരൻ എന്നും ഒക്കെ ഈ പക്ഷിക്ക് പേരുകളുണ്ട്. കുട്രു കുട്രു എന്ന് കൂടെ കൂടെ പുറപ്പെടുവിക്കുന്ന ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ നിന്നാണ് കുട്ടുറുവൻ എന്ന പേര് ഈ പക്ഷിക്ക് വന്നത്. മിക്കവാറും സമയം പച്ചിലക്കൂട്ടങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന പക്ഷിയെ പച്ചിലകൾക്കിടയിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. എന്താണെന്നോ കാരണം? ഈ പക്ഷിയുടെ ദേഹവും പച്ച നിറത്തിൽ, ഗ്രീൻ നിറത്തിലാണ്. ഇനി വേറൊരു പേര് കൂടി പറഞ്ഞല്ലോ മക്കളെ, എന്തായിരുന്നു? ചോളപ്പണിക്കാരൻ. എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് ഗസ് ചെയ്യാമോ? ചോളം തിന്നുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. കുട്രു കുട്രു എന്ന ശബ്ദവും ചോളം തിന്നുന്ന ശബ്ദത്തോട് സാമ്യമുണ്ടേ. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് വൈറ്റ് ചീക്ഡ് ബാർബറ്റിനെ പച്ചില കുടുക്ക എന്ന് വിളിക്കുന്നതെന്ന്? ഇനി നെക്സ്റ്റ് പേജിലോട്ട് പോകാം. There are many types of birds. പലതരത്തിലുള്ള പക്ഷികളുണ്ടല്ലേ മക്കളെ? Which are the birds present in your area?
നിങ്ങളുടെ പ്രദേശത്ത് കാണപ്പെടുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? ഹൗ മെനി ഓഫ് ദം ആർ ഫെമിലിയർ ടു യു ആൻഡ് നെയിം നോൺ ടു യു. അതിൽ ഏതൊക്കെ പക്ഷികളെ നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് ഏതൊക്കെ പക്ഷികളെ പരിചയമുണ്ട്? ഏതൊക്കെ പക്ഷികളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? റൈറ്റ് ദം ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങളുടെ EVSൻ്റെ നോട്ട്ബുക്കിൽ അതിൻ്റെയൊക്കെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എഴുതി നോക്കാം. ക്രോ, പാരറ്റ്, പീകോക്ക്, ഔൾ, മൈന, വുഡ്പെക്കർ, കിങ്ഫിഷർ, ഈഗിൾ, ക്രെയിൻ ആൻഡ് പീജിയൻ. ഇനിയും ധാരാളം ബേഡ്സ് ഉണ്ടല്ലേ? നിങ്ങൾ അതൊക്കെ കണ്ടെത്തി എഴുതുമല്ലോ. നെക്സ്റ്റ്, കളർ ആൻഡ് മേക്ക് ദം ബ്യൂട്ടിഫുൾ. ഐഡൻറ്റിഫൈ ദ ബേർഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഈ പക്ഷികൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവയുടെ പേരുകൾ താഴെ തന്നിട്ടുള്ള കോളത്തിൽ എഴുതണം. കളർ ആൻഡ് മേക്ക് ദം ബ്യൂട്ടിഫുൾ. കുറച്ച് കളർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവർ കൂടുതൽ മനോഹരമായനെ അല്ലേ? അപ്പോൾ കളറൊക്കെ ചെയ്ത് ഇവരെ മനോഹരമാക്കാനും കൂടി മക്കളോട് പറഞ്ഞിട്ടുണ്ടേ. ഫസ്റ്റ് വൺ ഏത് പക്ഷിയാണ് മക്കളെ? പാരറ്റ്. സെക്കൻഡ് വണ്ണോ? ബുൾബുൾ, ഇരട്ട തലച്ചെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. തേർഡ് വൺ ഈസ് പീകോക്ക്. ലാസ്റ്റ് വൺ ഏതാണ്? വുഡ്പെക്കർ, മരം കൊത്തി. ഇൻ വാട്ട് വേയ്സ് ഡു ദ ബേർഡ്സ് ഇൻ ദ പിക്ചർ ഡിഫർ? ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള 4 പക്ഷികളും ഏതൊക്കെ രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഏതൊക്കെ രീതിയിൽ അവർ വ്യത്യസ്തരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, കളർ ഓഫ് ദെയർ ഫെദേഴ്സ്. അവയുടെ എല്ലാം തൂവലുകളുടെ നിറം വ്യത്യസ്തമാണ്. ഷേപ്പ് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ ആകൃതി വ്യത്യസ്തമാണ്. ഇനി എന്തൊക്കെ എഴുതാം മക്കളെ? സൈസ് ഓഫ് ദ ബോഡി, ഷേപ്പ് ഓഫ് ദ വിങ്സ്, ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ബീക്സ്, ലെഗ്സ്. Next, let's classify them. Do all birds in your area have feathers of the same color? നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ പക്ഷികൾക്കും സെയിം കളർ തൂവലുകളാണോ? No. Haven't you seen birds with feathers of different colors? വ്യത്യസ്ത നിറങ്ങളിൽ, അതായത് പല നിറങ്ങളിൽ തൂവലുകളുള്ള പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? Yes. Name the birds that have differently colored feathers. Prepare a table. പല നിറത്തിൽ തൂവലുകളുള്ള പക്ഷികളുടെ പേരുകൾ എഴുതി ഒരു ടേബിൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 2 രീതിയിൽ ബേർഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം അല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ ഓൺ ദെയർ ബോഡി. സെയിം കളർ തൂവലുകൾ മാത്രം അവയുടെ ശരീരത്തിലുള്ള ബേർഡ്സും. നെക്സ്റ്റ് വൺ എന്താണ്? ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓൺ ദെയർ ബോഡി. അതായത് ഒരു പക്ഷിക്ക് തന്നെ അതിൻ്റെ ശരീരത്തിൽ പല നിറത്തിലുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും. ആദ്യം ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ ഓൺ ദെയർ ബോഡി നമുക്ക് എഴുതാം. ക്രോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റെന്തൊക്കെ പക്ഷികളെ നിങ്ങൾക്കറിയാം ഒരേ നിറത്തിൽ തൂവലുള്ള പക്ഷികൾ? പാരറ്റ്, ക്രെയിൻ, സ്പാരോ. സ്പാരോയിൽ ഫീമെയിൽ ലൈറ്റ് ബ്രൗൺ കളറിൽ വരും. പീജിയൻ, വൈറ്റ് വെറൈറ്റിയിൽ വരുന്ന പീജിയൻസ്. നെക്സ്റ്റ്, ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓൺ ദെയർ ബോഡി. വുഡ്പെക്കർ, കിങ്ഫിഷർ, മൈന ആൻഡ് ഹമ്മിങ് ബേർഡ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്? പക്ഷികളുടെ പൊതു സവിശേഷതകൾ, അതായത് പക്ഷികളിൽ ഒരുപോലെയുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദേ ഹാവ് ഫെദേഴ്സ് ഓൺ ദെയർ ബോഡി. ശരീരത്ത് തൂവലുകൾ ഉണ്ട്. ദേ ലേ എഗ്സ്, മുട്ടയിടുന്നവയാണ്. ദേ ഹാവ് വിങ്സ്, എ ടെയിൽ ആൻഡ് എ ബീക്ക്. ചിറകുകളുണ്ട്, വാലുണ്ട്, കൊക്കുണ്ട്. ദേ സെർച്ച് ഫോർ ഫുഡ് ആൻഡ് ദേ ഫീഡ് ദ യങ് വൺസ്. ആഹാരം കണ്ടെത്തി അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നു. ദേ മേക്ക് നെസ്റ്റ് ഫോർ ലേയിങ് എഗ്സ്. മുട്ടയിടാൻ വേണ്ടി കൂടുകൾ നിർമ്മിക്കുന്നു. ബൈ ഒബ്സർവിങ് അവർ സറൗണ്ടിങ്സ് വി ക്യാൻ ഓൾസോ ഫൈൻഡ് ബേർഡ്സ് വിത്ത് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. വൈവിധ്യമാർന്ന സവിശേഷതകളുള്ള പക്ഷികളെ നമ്മുടെ ചുറ്റുപാടും നിരീക്ഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒബ്സർവ് അവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഡൈവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്. നമ്മുടെ ചുറ്റുപാടും നിരീക്ഷിച്ച് ഇത്തരത്തിൽ വൈവിധ്യമാർന്ന സവിശേഷതകളുള്ള ബേർഡ്സിനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ് ബൈനോക്കുലേഴ്സ് ഇഫ് അവൈലബിൾ ടു ഒബ്സർവ് ബേർഡ്സ്. ഇത്തരത്തിൽ പക്ഷികളെ നിരീക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ബൈനോക്കുലർ യൂസ് ചെയ്യാം. യെസ്, ബേർഡ് വാച്ചിങ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ഹോബി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബേർഡ് വാച്ചിങ് അല്ലേ? വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മെനി തിങ്സ് ഫ്രം ഇറ്റ്. ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പക്ഷി നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ദെർ ആർ മെനി തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ യു ഗോ ബേർഡ് വാച്ചിങ്. പക്ഷി നിരീക്ഷണത്തിന് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് മക്കൾക്കറിയാമോ? വാട്ട് ആർ ദ തിങ്സ്? ഫസ്റ്റ്, you should carry a notebook and a pen to note down the information gathered.
നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ കരുതണം കേട്ടോ. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു കീപ്പ് എ പെയർ ഓഫ് ഗുഡ് ബൈനോക്കുലേഴ്സ്. ബൈനോക്കുലർ കയ്യിലുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ദൂരെ മരക്കൊമ്പിലൊക്കെ ഇരിക്കുന്ന പക്ഷികളെ നിങ്ങൾക്ക് വളരെ അടുത്തായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും ബൈനോക്കുലർ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം കയ്യിൽ കരുതുക. യു ക്യാൻ ടേക്ക് ദ ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ ബേർഡ്സ് ഇൻ ഓർഡർ ടു നോ മോർ അബൌട്ട് ദം. അവയുടെ ഫോട്ടോസും കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ മറക്കരുതേ. ഗോ ഫോർ ബേർഡ് വാച്ചിങ് വിത്ത് യുവർ പാരൻസ് ഓർ എൽഡർ പീപ്പിൾ നോൺ ടു യു. നിങ്ങൾക്കറിയാവുന്ന മുതിർന്ന ആളുകളുമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ തന്നെ കൂടെയോ വേണം ബേർഡ് വാച്ചിങ്ങിന് വേണ്ടി പോകാൻ. The findings and observations should be noted down then and there. അപ്പോൾ അവിടെ വെച്ച് തന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഇഫ് യു വിസിറ്റ് എ ബേർഡ് സാങ്ച്വറി യു വിൽ ബി ഏബിൾ ടു ഗോ ക്ലോസ് ടു ദം. പക്ഷികളുടെ അടുത്ത് പോയി നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. എവിടെ പോയാലാണ്? ഒരു പക്ഷി സങ്കേതത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ. സോ ദീസ് ആർ ദ മെയിൻ പ്രിപ്പറേഷൻസ് ഫോർ ബേർഡ് വാച്ചിങ്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. വാട്ട് തിങ്സ് ഷുഡ് ബി ഒബ്സർവ്ഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്ലേസ് വെയർ ദ ബേർഡ് ഈസ് സീൻ. ഏത് സ്ഥലത്ത് വെച്ചാണ് ആ പക്ഷിയെ നിങ്ങൾ കണ്ടത്. നെക്സ്റ്റ്, ടൈം വെൻ ഇറ്റ് വാസ് സീൻ. ഏത് സമയത്താണ് ആ പക്ഷിയെ നിങ്ങൾ കണ്ടത്. സൈസ്, വലിപ്പം. കളർ, നിറം. നെസ്റ്റ്, കൂട്. സൗണ്ട്, എങ്ങനെയുള്ള സൗണ്ട് ആയിരുന്നു ആ പക്ഷിക്കുള്ളതെന്ന്. സൈസ് ഓഫ് ലെഗ്സ്, ലെങ്ത്, കളർ, നമ്പേഴ്സ് ഓഫ് ടോസ്. നെക്സ്റ്റ്, സൈസ് ആൻഡ് കളർ ഓഫ് ഐസ്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെദേഴ്സ്, സ്റ്റൈൽ ഓഫ് ഫ്ലൈയിങ്. ഇനി വേറെ എന്തൊക്കെ നമുക്ക് നോക്കാം. നെക്ക് നോക്കാം. നീളമുള്ള കഴുത്താണോ അല്ലയോ എന്നുള്ളത് എഴുതാം. നെക്സ്റ്റ് എന്ത് എഴുതാം? ഫുഡ് ഹാബിറ്റ് എഴുതാം. ഫുഡ് ദേ ഈറ്റ്, എന്തൊക്കെ ഭക്ഷണമാണ് ആ പക്ഷി കഴിക്കുന്നത്. നെക്സ്റ്റ്, ഷേപ്പ് ഓഫ് ബീക്ക് എഴുതാം അല്ലേ, അതിൻ്റെ കൊക്കിൻ്റെ ഷേപ്പ് എന്താണെന്നും എഴുതാം. നെക്സ്റ്റ് പേജ്, ഒബ്സർവ് എനി ബേർഡ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് ഇറ്റ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡ്രോ ദ പിക്ചർ ടു. നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ഏതെങ്കിലും ഒരു പക്ഷിയെ നിരീക്ഷിച്ചതിന് ശേഷം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി നോട്ട് തയ്യാറാക്കുക. അതിൻ്റെ എല്ലാ സവിശേഷതകളും ഉൾപ്പെടുത്തണം. അതിൻ്റെ പിക്ചർ വരയ്ക്കാൻ മറക്കരുത് കേട്ടോ. വാട്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്സർവേഷൻ നോട്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം. ലുക്ക് അറ്റ് സൈറാസ് ഒബ്സർവേഷൻ നോട്ട്. സൈറ എന്ന കുട്ടി ഒരു ഒബ്സർവേഷൻ നോട്ട് എഴുതിയത് താഴെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കാം. സൈറ നിരീക്ഷിച്ചത് പാരറ്റിനെയാണ്. ഒബ്സർവേഷൻ നോട്ട്. നെയിം ഓഫ് ദ ബേർഡ് പാരറ്റ്. പ്ലേസ് വെയർ ഇറ്റ് വാസ് സീൻ ഫീൽഡ് ബണ്ട്. ടൈം വെൻ ഇറ്റ് വാസ് സീൻ ഈവനിങ്. കളർ ഗ്രീൻ. ഫീച്ചേഴ്സ് ഓഫ് ദ ബീക്ക് ഷാർപ്പ്, curved and red in color. Features of the legs. Legs used to climb trees and hold food firmly. Features of the tail. Long triangular tail. Other features, a rose ring around the neck. Lays eggs in hollows in trees. പക്ഷിയുടെ പേര് പാരറ്റ്, തത്ത. ഏത് സ്ഥലത്താണ് ആ കുട്ടി ഇതിനെ കണ്ടത്? ഫീൽഡ് ബണ്ടിലാണ്, നെൽവയലിലുള്ള ബണ്ടിലാണ് കണ്ടത്. സമയം ഈവനിങ്, വൈകുന്നേരമാണ് കണ്ടത്. അതിൻ്റെ കളർ പച്ച. ഫീച്ചേഴ്സ് ഓഫ് ദ ബീക്ക് എന്താണ്? അതിൻ്റെ കൊക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഷാർപ്പാണ്, കർവ്ഡ് ആണ്, വളഞ്ഞതാണ്, റെഡ് കളറിലുള്ളതാണ്. ഫീച്ചേഴ്സ് ഓഫ് ദ ലെഗ്സ്, കാലിൻ്റെ പ്രത്യേകത ട്രീസിലൊക്കെ ക്ലൈംബ് ചെയ്ത് കയറാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിക്കുന്ന ഫുഡ് ഫിംലി എന്ന് വെച്ചാൽ ബലത്തോടെ, ഉറപ്പോടെ പിടിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ടെയിലിൻ്റെ പ്രത്യേകത എന്താണ്? നല്ല ലോങ് ട്രയാങ്കുലർ ഷേപ്പിലുള്ള ടെയിലാണ്. അഡീഷണൽ ഫീച്ചേഴ്സും രണ്ടെണ്ണം ആ കുട്ടി കണ്ടെത്തി എഴുതിയിട്ടുണ്ട്. കഴുത്തിന് ചുറ്റും ഒരു റോസ് കളർ റിംഗ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ട്രീസിൻ്റെ ഹോൾസിലൊക്കെ തത്ത മുട്ടയിടുന്നുവെന്നും എഴുതിയിട്ടുണ്ട്. സൈറ എഴുതിയതുപോലെ നിങ്ങളും ഒരു ബേർഡിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എഴുതി ഇതേപോലെ ഒരു ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കണം കേട്ടോ. ഞാനിപ്പോൾ മോഡലായിട്ട് ക്രോവിൻ്റെ ഒബ്സർവേഷൻ നോട്ട് ഇവിടെ കൊടുത്തേക്കാം. ഒബ്സർവേഷൻ നോട്ട്. നെയിം ഓഫ് ദ ബേർഡ് ക്രോ. Place where it was seen in the yard on a tree branch. Time when it was seen morning or daytime. Color black. Features of the beak strong and sharp black color. Features of the legs strong legs that helps in walking and sitting on branches. Features of the tail long and straight. അതർ ഫീച്ചേഴ്സ് വെരി ക്ലെവർ, നല്ല ബുദ്ധിയുള്ള പക്ഷിയാണല്ലേ.
ഈറ്റ്സ് വാട്ട് എവർ അവൈലബിൾ. എന്ത് ഭക്ഷണം കിട്ടിയാലും അത് കഴിക്കും. സംടൈംസ് ഹെൽപ്പ് കൊയൽ ചിക്സ് ടു ഹാച്ച് ആൻഡ് ഗ്രോ. കുയിൽ സ്വന്തമായി കൂടുണ്ടാക്കില്ലെന്ന് മക്കൾക്കറിയാലോ. അപ്പോൾ പിന്നെ കുയിൽ എവിടെയാണ് മുട്ടയിടുന്നത്? കാക്കയുടെ കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത്. ബിൽഡ്സ് ബിഗ് നെസ്റ്റ് ഓൺ ട്രീസ് യൂസിങ് സ്റ്റിക്സ്. കമ്പുകൾ ഉപയോഗിച്ച് വലിയ കൂടുകൾ മരക്കൊമ്പിൽ ഉണ്ടാക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി ലെറ്റ്സ് കംപ്ലീറ്റ്. ദ ലാർജസ്റ്റ് ബേർഡ്. ഏറ്റവും വലിയ പക്ഷി. ഓസ്ട്രിച്ച്. ഒട്ടക പക്ഷി. ദ ബേർഡ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വാർഡ്സ്. പുറകിലേക്ക് പറക്കുന്ന പക്ഷി. ഹമ്മിങ് ബേർഡ്. ദ ഹയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി. വൾച്ചർ. കഴുകൻ. ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ. പറക്കാത്ത പക്ഷികൾ. ഓസ്ട്രിച്ച്, എമു, കിവി ആൻഡ് പെൻഗിൻ. ദ സ്മോളസ്റ്റ് ബേർഡ്. ഏറ്റവും ചെറിയ പക്ഷി. ബി ഹമ്മിങ് ബേർഡ്. നെക്സ്റ്റ് പേജ് ഫുഡ് ഓഫ് ഓൾ കൈൻഡ്സ്. എല്ലാ തരത്തിലുമുള്ള ആഹാരങ്ങൾ. ഇവിടെ ഒരു പാരറ്റിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പാരറ്റ് എന്താണ് പറയുന്നത്? ദീസ് ഗ്രെയിൻസ് ആർ മൈ ഫുഡ്. ഈ ധാന്യങ്ങളാണ് എൻ്റെ ആഹാരം. നെക്സ്റ്റ് കിങ് ഫിഷർ. കിങ് ഫിഷറിൻ്റെ ബീക്കിൽ എന്താണുള്ളത്? ഒരു ഫിഷാണ്. ഐ ടു ഗോട്ട് ബിഗ് ഫിഷ്. എനിക്കും ഒരു വലിയ ഫിഷിനെ കിട്ടി. ഈഗിൾ എന്താണ് പറയുന്നത്? ഈഗിളും ഒരു ഫിഷിനെയും കൊണ്ടാണ് പറക്കുന്നത്. ടുഡേയ്സ് മീൽ ഈസ് ഗ്രേറ്റ്. ഇന്നത്തെ ആഹാരം വളരെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഡു ഓൾ ബേർഡ്സ് ഈറ്റ് ദ സെയിം ഫുഡ്. എല്ലാ പക്ഷികളും ഒരേ ആഹാരം തന്നെയാണോ മക്കളെ കഴിക്കുന്നത്? നോ, അല്ല. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ബേർഡിൻ്റെ നെയിമും ആ ബേർഡ് കഴിക്കുന്ന ഫുഡും നമുക്കത് ഫിൽ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് പാരറ്റ്. പാരറ്റിൻ്റെ ഫുഡ് എന്താണ്? ഗ്രെയിൻസ്, സീഡ്സ് ആൻഡ് ഫ്രൂട്ട്സ്. കിങ് ഫിഷർ ഫിഷ്, സ്മോൾ ഇൻസെക്ട്സ്. കൈറ്റ്. കൈറ്റ് എന്നാൽ ഏത് പക്ഷിയാണ് മക്കളെ? ഇറ്റ് ബിലോങ്സ് ഇൻ ഈഗിൾ ഫാമിലി. ഈഗിളിൻ്റെ പരുന്തിൻ്റെ വിഭാഗത്തിൽ വരുന്ന പക്ഷിയാണ് കൈറ്റ്. ചക്കിപ്പരുന്ത്, ചെമ്പരുന്ത്, കൃഷ്ണപ്പരുന്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇവയൊക്കെ കൈറ്റ് എന്ന പക്ഷിയുടെ അണ്ടറിൽ വരുന്ന പക്ഷികളാണ്. കൈറ്റിൻ്റെ ഭക്ഷണം എന്തൊക്കെയാണ്? ഫിഷ്, മീറ്റ്, സ്മോൾ മാമൽസ്, ബേർഡ്സ്. ക്രോ ഫിഷ്, ഗ്രെയിൻസ്, സീഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് ലെഫ്റ്റ് ഓവേഴ്സ്. പീജിയൻ cereals. Sparrow grains, seeds, fruits and insects. നെക്സ്റ്റ് ലെസർ വിസിലിംഗ് ഡക്ക് പറയുകയാണ്. വി ഹണ്ട് ഫോർ പ്രേ ഇൻ പ്ലേസസ് വെയർ ദർ ഇസ് വാട്ടർ. വെള്ളമുള്ള ഇടങ്ങളിലാണ് ഞങ്ങൾ ഇരയെ വേട്ടയാടുന്നത്. നെക്സ്റ്റ് ഈഗിൾ എന്താണ് മക്കളെ പറയുന്നത്? ഐ ലൈക്ക് ടു ചേസ് ആൻഡ് ക്യാച്ച് ദ പ്രേ. എനിക്ക് ഇരയെ പിന്തുടർന്ന്, അതായത് ഓടിച്ച് ഇരയെ പിടിക്കാനാണ് ഇഷ്ടം. നെക്സ്റ്റ് വൺ ഈസ് സ്പാരോ. ഐ ലൈക്ക് ടു പെക്ക് ആൻഡ് ഈറ്റ് ഗ്രാസ്, സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. പുല്ലുകളും വിത്തുകളും ധാന്യങ്ങളും കഴിക്കാനാണ് എനിക്കിഷ്ടമെന്ന് സ്പാരോ പറയുന്നു. ലാസ്റ്റ് വൺ ഈസ് കുട്ടുറുവൻ. വൈറ്റ് ചീക്ഡ് ബാർബറ്റ്. ഐ എം വൺ എമംഗ് ദ ഫ്രൂട്ട് ഈറ്റേഴ്സ്. പഴങ്ങൾ കഴിക്കുന്നവരിൽ ഒരാളാണ് ഞാനും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മക്കളെ മനസ്സിലായത്? ഈച്ച് ബേർഡ് ഈറ്റ്സ് ഡിഫറെൻറ്റ് ഫുഡ്സ്. ഓരോ പക്ഷികളും കഴിക്കുന്നത് പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ്. നെക്സ്റ്റ് പേജ് വാട്ട് ഫുഡ് ഡസ് ഈച്ച് ബേർഡ് ഈറ്റ്. ഓരോ പക്ഷികളും എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്? ഫൈൻഡ് ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് മോർ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഓരോ കൂടുകളിലും ഓരോ പ്രത്യേക വിഭാഗം ഭക്ഷണത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത് കഴിക്കുന്ന പക്ഷികളുടെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മളതെല്ലാം ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്ത് എഴുതണം. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുള്ളത് നെക്ടർ സക്കേഴ്സാണ്. എന്താണ്? തേൻ കുടിക്കുന്ന പക്ഷികൾ. തേൻ കുടിക്കുന്ന പക്ഷികൾ ഏതൊക്കെയാണ് മക്കളെ? സൺബേർഡ് ഉണ്ട്, ഹമ്മിങ് ബേർഡും ഉണ്ട്. ഫസ്റ്റ് പിക്ചറിൽ നോക്കിക്കേ, ആ ബേർഡ്സ് ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത്. അവരെ ഏത് വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം? ഫ്രൂട്ട്സ് ഈറ്റിംഗ് ബേർഡ്സ് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. പാരറ്റ്, കുട്ടുറുവൻ ആൻഡ് സ്പാരോ. നെക്സ്റ്റ് വൺ ഈസ് ഇൻസെക്ടിവോറസ് ബേർഡ്സ്. ആ പിക്ചറിൽ കണ്ടില്ലേ? കീടഭോജികൾ, ചെറിയ കീടങ്ങളെയൊക്കെ കഴിക്കുന്ന ബേർഡ്സ്. മൈന, ബാബ്ലർ, വുഡ്പെക്കർ ആൻഡ് ട്രീ പൈ. നെക്സ്റ്റ് വൺ ഈസ് സീരിയൽ ഈറ്റേഴ്സ്. ധാന്യങ്ങൾ കഴിക്കുന്ന പക്ഷികൾ. പാരറ്റ്, മൈന, പീജിയൻ ആൻഡ് സ്പാരോ. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലഷ് ഈറ്റേഴ്സ്. മാംസം ഭക്ഷിക്കുന്നവ. ഈഗിൾ ആൻഡ് വൾച്ചർ. ലാസ്റ്റ് വൺ ഈസ് ഫിഷ് ഈറ്റേഴ്സ്. മത്സ്യങ്ങളെ ആഹാരമാക്കുന്നവ. ഹെറൺ, സ്റ്റോർക്ക്, ലെസർ വിസ്ലിംഗ് ഡക്ക് ആൻഡ് സീഗൾ. Next page, are the size and body structure of the birds in all the nest the same?
കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ബേഡ്സിൻ്റെയും പേരുകൾ നമ്മൾ ഓരോ നെസ്റ്റിലായിട്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതി വെച്ചില്ലേ, അതിന് പ്രോപ്പറായിട്ടുള്ള ടൈറ്റിലും കൊടുത്തു. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ നെസ്റ്റിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ച ബേഡ്സിൻ്റെ എല്ലാം ശരീരത്തിൻ്റെ സൈസും ബോഡി സ്ട്രക്ചറും ശരീരഘടനയും ഒരേപോലെ ആണോ എന്നതാണ്. ആണോ മക്കളെ? നോ, ഡിഫറെൻ്റ് ആണല്ലേ. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ബേഡ്സ് ഫോർ കളക്ടിങ് ഫുഡ്? ആഹാരം കളക്ട് ചെയ്യുന്നതിൽ ബേഡ്സിൻ്റെ അഡാപ്റ്റേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ദം ഡൗൺ. അത് നമ്മൾ എഴുതണം. മക്കൾക്ക് ഓർമ്മയില്ലേ എന്താണ് അഡാപ്റ്റേഷൻ എന്നുള്ളത്? ഫസ്റ്റ് ചാപ്റ്ററിൽ ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അഡാപ്റ്റേഷൻ എന്ന്. എനി ബോഡി ഫീച്ചർ ദാറ്റ് ഹെൽപ്സ് ആൻ ഓർഗാനിസം സർവൈവ് ഇൻ ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് അഡാപ്റ്റേഷൻ. ഒരു ജീവി അത് ജീവിക്കുന്ന പരിസ്ഥിതിയോട് പൂർണ്ണമായും ഇണങ്ങിച്ചേരാൻ അതിനൊരു ശരീരഘടനയുണ്ടാകും. അതിനെയാണ് അഡാപ്റ്റേഷൻ അഥവാ അനുരൂപീകരണം, പൊരുത്തപ്പെടൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ഭക്ഷണം കളക്ട് ചെയ്യുന്നതിൽ ബേഡ്സിൻ്റെ അഡാപ്റ്റേഷനാണ്. ബേഡ്സ് ബീക്ക് ഈസ് അഡാപ്റ്റഡ് ടു ഇറ്റ്സ് ഫീഡിംഗ് ഹാബിറ്റ്. അതിൻ്റെ ഫീഡിംഗ് ഹാബിറ്റിൽ ബേഡ്സിനെ ഏറ്റവും അധികം സഹായിക്കുന്നത് എന്താണ്? ബീക്കാണ്, കൊക്കാണ്. ഏതൊക്കെ തരത്തിലുള്ള ബീക്സ് എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഷാർപ്പ് കർവ്ഡ് ബീക്സ് ഫോർ ക്യാച്ചിങ് പ്രേ. എക്സാമ്പിൾ ഈസ് ഈഗിൾ ആൻഡ് ഫിഷിംഗ് ഔൾ. അതായത് ഈഗിളിനും ഫിഷിംഗ് ഔളിനും ഒക്കെയുള്ള കൂർത്ത വളവുള്ള കൊക്ക് അതെന്തിനാണ് സഹായിക്കുന്നത്? അവരുടെ ഇരയെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഷോർട്ട് സ്ട്രോങ് ബീക്സ് ഫോർ ക്രാക്കിംഗ് സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. ചെറുതും ശക്തിയേറിയതുമായ കൊക്ക് എങ്ങനെയാണ് പക്ഷികളെ ഫുഡ് കളക്ട് ചെയ്യാൻ സഹായിക്കുന്നത്? സീഡ്സും ഗ്രെയിൻസും ഒക്കെ ഈസി ആയിട്ട് കടിച്ചു പൊട്ടിക്കാൻ സഹായിക്കുന്നു, വിത്തുകളും ധാന്യങ്ങളുമൊക്കെ. ഇതിനുള്ള എക്സാമ്പിള് പാരറ്റ് ആൻഡ് ക്രോ. ലാസ്റ്റ് വൺ ഈസ് ലോങ് പോയിന്റഡ് ബീക്സ് ഫോർ ക്യാച്ചിങ് ഫിഷ്. നീളമുള്ള കൂർത്ത കൊക്ക് എങ്ങനെ സഹായിക്കുന്നു? മീനെ വെള്ളത്തിൽ നിന്നും ഈസി ആയിട്ട് പിടിക്കാൻ സഹായിക്കുന്നു. എക്സാമ്പിൾ ഈസ് കിങ് ഫിഷർ ആൻഡ് സ്റ്റോക്ക്. മക്കളെ, നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷനിലേക്കായിട്ട് ഒരു കാര്യം കൂടി പറയാം. ബേഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ ഡയറ്റ് ഇൻറ്റു ഹെർബിവോർസ്, കാർണിവോർസ്, ഓംനിവോർസ് ആൻഡ് പിസിവോർസ്. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബേഡ്സിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ ഹെർബിവോർസ് എന്നാൽ സസ്യഭുക്ക്, സസ്യാഹാരം മാത്രം കഴിക്കുന്ന പക്ഷികൾ. അതിൻ്റെ എക്സാമ്പിള് പാരറ്റ്, കുട്ടുറുവൻ എക്സെട്ര. ഇവർ കഴിക്കുന്നത് ഗ്രെയിൻസും ഫ്രൂട്ട്സും ഒക്കെയാണ്. കാർണിവോർസ് എന്നാൽ മാംസ്യഭുക്ക്, മാംസാഹാരം കഴിക്കുന്നവർ. എക്സാമ്പിൾ ഏതൊക്കെ ബേഡ്സ് ഉണ്ട് മക്കളെ? ഈഗിൾ, ഔൾസ്, ഫോറസ്റ്റ് ഔൾ എക്സെട്ര. നെക്സ്റ്റ് വൺ ഈസ് പിസിവോസ്, അതായത് ഫിഷ് ഈറ്റേഴ്സ് ആണ്. അവർ മത്സ്യഭോജികളാണ്, മീനിനെയൊക്കെയാണ് കഴിക്കുന്നത്. എക്സാമ്പിൾ ഏതൊക്കെ ബേഡ്സ് ആണ്? കിങ് ഫിഷർ, ഫിഷിംഗ് ഔൾ എക്സെട്ര. ലാസ്റ്റ് വൺ ഈസ് ഓംനിവോർസ്, അതായത് മിശ്രഭുക്ക് അഥവാ സർവഭോജി. അതായത് ഈ സർവഭോജി എന്ന കാറ്റഗറിയിൽ വരുന്ന പക്ഷികൾ ഈ മുകളിൽ പറഞ്ഞ 3 കാറ്റഗറിയിൽ വരുന്ന ഭക്ഷണവും കഴിക്കും. സസ്യവും കഴിക്കും, മാംസ്യവും കഴിക്കും, മത്സ്യവും കഴിക്കും, എല്ലാം കഴിക്കും. അതുകൊണ്ടാണ് അവയെ മിശ്രഭുക്ക് അഥവാ സർവഭോജി, എല്ലാം കഴിക്കുന്ന പക്ഷികളെന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് ക്രോ. ലെഫ്റ്റ് ഓവേഴ്സും ഗ്രെയിൻസും സ്മോൾ ക്രീച്ചേഴ്സും ഒക്കെ ഈ ക്രോ കഴിക്കും. ഓക്കെ ഡിയേഴ്സ്, നെക്സ്റ്റ് ആക്ടിവിറ്റി ഡ്രോ ആൻഡ് മാച്ച്. ഐഡൻറ്റിഫൈ ആൻഡ് ജോയിൻ ദ ലെഗ്സ് ഓഫ് ബേർഡ്സ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ബീക്ക്. ഇവിടെ ഫസ്റ്റ് സെക്ഷനിൽ ഒരു 5 ബേർഡ്സിൻ്റെ ബീക്കിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷനിൽ ബേർഡ്സിൻ്റെ ലെഗ്സിൻ്റെ പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബീക്ക് കണ്ടിട്ട് അതേത് ബേർഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് ആ ബേർഡിൻ്റെ ലെഗ് ഇതിലേതാണെന്നുള്ളതുമായിട്ട് മാച്ച് ചെയ്യണം, ലൈൻ വരച്ച് മാച്ച് ചെയ്യണം. ഫസ്റ്റ് ബേർഡ് ഏതാണ് മക്കളെ? പിക്ചറിലേക്ക് നോക്കിയേ, അതിൻ്റെ ബീക്കും ഫേസും കണ്ടാൽ മനസ്സിലാവില്ലേ? ഡക്കാണ്. സെക്കൻഡ് വൺ ഈസ് കിങ് ഫിഷർ, ദെൻ ഈഗിൾ, ക്രെയിൻ ആൻഡ് വുഡ് പെക്കർ. ഇതിൽ ഡക്കിൻ്റെ ലെഗ്സ് ലാസ്റ്റ് വൺ ആണ്, കിങ് ഫിഷറിൻ്റെ ലെഗ്സ് തേർഡ് വൺ ആണ്, ഈഗിളിൻ്റെ ലെഗ്സ് ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്ന പിക്ചറാണ്. നെക്സ്റ്റ് ബേർഡ് ക്രെയിൻ ആണ്, ക്രെയിനിൻ്റെ ലെഗ്സ് സെക്കൻഡ് പിക്ചറാണ്. ലാസ്റ്റ് വൺ വുഡ് പെക്കറാണ്, വുഡ് പെക്കറിൻ്റെ ലെഗ്സ് ഫോർത്ത് പിക്ചറാണ്. നെക്സ്റ്റ് പേജ് ബേർഡ്സ് ആൻഡ് ദെയർ ഹാബിറ്റാറ്റ്സ്. പക്ഷികളും അവയുടെ വാസസ്ഥലങ്ങളും. വേർ ക്യാൻ വി സീ ബേർഡ്സ്? എവിടെയൊക്കെ നമുക്ക് ബേർഡ്സിനെ കാണാൻ കഴിയും മക്കളെ? നിയർ ദ പോണ്ട്. വേറെ എവിടെ കാണാം? ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസ്. പിന്നെയോ ഇൻ ദ ഫീൽഡ്സ്. ഇനി വേറെയും ധാരാളം സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്കതൊക്കെ കണ്ടെത്തി എഴുതാം.
നെയിം ദ ബേർഡ്സ് സീൻ ഇൻ വാട്ടർ റിച്ച് പ്ലേസസ്. വെള്ളം ധാരാളമായുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികളുടെ പേര് ഏതൊക്കെയാണ് മക്കളെ? ക്രെയിൻ, വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെൻ, ലെസർ വിസ്ലിംഗ് ഡക്ക്, കോർമോറന്റ് എക്സെട്ര. വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ് ഇവയുടെ സവിശേഷതകൾ? ലോങ് ലെഗ്സ്, ലോങ് പോയിന്റഡ് ബീക്സ്, ഓയിലി ഫെദേഴ്സ്. നോട്ട് ഓൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ. എല്ലാ ബേർഡ്സിനും ഒരേ ശരീരഘടന അല്ല. സം ഹാവ് ലോങ് പോയിന്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്. ചില പക്ഷികൾക്കൊക്കെ നീളമുള്ള കൂർത്ത കൊക്കുകളായിരിക്കും ഉള്ളത്, അതേപോലെ തന്നെ നീളമുള്ള കാലുകളും. കളക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് മൂവ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു ദ ബോഡി സ്ട്രക്ചർ ഓഫ് ബേർഡ്സ്. ബേർഡ്സ് ആഹാരം ശേഖരിക്കുന്നതും അതിൻ്റെ ചലനങ്ങളുമൊക്കെ ഈ പക്ഷികളുടെ ശരീരഘടനയെ ആശ്രയിച്ചിരിക്കും. ബേർഡ്സ് ദാറ്റ് ഹണ്ട് ഫോർ പ്രേ ഇൻ വാട്ടർ റിച്ച് ഏരിയാസ് ഹാവ് ഓയിലി ഫെദേഴ്സ്. വെള്ളം ധാരാളമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇരയെ വേട്ടയാടുന്ന പക്ഷികളുടെ തൂവലുകൾക്ക് ഓയിലി സ്വഭാവമായിരിക്കും, അതായത് എണ്ണമയമുള്ള സ്ട്രക്ചർ ആയിരിക്കും. നെക്സ്റ്റ്, നൊക്ടേണൽ ബേർഡ്സ് അഥവാ രാത്രികാല പക്ഷികൾ. ഔൾസ് സ്ലീപ്പ് ഡ്യൂറിങ് ദ ഡേ ആൻഡ് ഹണ്ട് ഫോർ പ്രേ അറ്റ് നൈറ്റ്. മൂങ്ങകൾ എങ്ങനെയാണ് മക്കളെ? അവർ പകൽ സമയത്ത് ഉറങ്ങിയിട്ട് രാത്രി സമയത്ത് അതിൻ്റെ ഇരയെ വേട്ടയാടുന്നു. ദേ ആർ ആക്റ്റീവ് ഇൻ ദ നൈറ്റ് ആൻഡ് റെസ്റ്റ് ഡ്യൂറിങ് ഡേ. They have a feathered coat that is suitable for hunting at night and does not make sound while flying. അവയുടെ തൂവലുകൾക്ക് അഥവാ ചിറകുകൾക്ക് ഒരു കോട്ടിംഗ് ഉണ്ട്. അതിൻ്റെ ഗുണമെന്താണ്? അവ രാത്രിയിൽ പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കോട്ടിങ് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? രാത്രിയിൽ ഇരപിടുത്തം എളുപ്പമാക്കി സഹായിക്കുന്നുണ്ട്. ദ ഫോറസ്റ്റ് ഔൾ ക്യാച്ചസ് സ്മോൾ ക്രീച്ചേഴ്സ്. കാട്ടുമൂങ്ങ അഥവാ വനമൂങ്ങ ചെറിയ ജീവികളെയാണ് ഇര തേടുന്നത്. ദ ബാൺ ഔൾ, സിൽവർ ഔൾ, വെള്ളിമൂങ്ങയെന്ന് കേട്ടിട്ടില്ലേ? അത്തരം മൂങ്ങകൾ എന്തിനെയാണ് കഴിക്കുന്നത്? ദേ ഈറ്റ്സ് മൈസ് ആൻഡ് ബാൻഡിക്കൂട്ട്സ്. അവർ കഴിക്കുന്നത് ചുണ്ടെലികളെയും പെരുച്ചാഴി അഥവാ പന്നിയെലി, തുരപ്പൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് അവർ ഇരതേടി ഭക്ഷിക്കുന്നത്. ദ ഫിഷ് ഔൾ ഹണ്ട്സ് ഫിഷ്. ഫിഷ് ഔൾ എന്നാൽ കൂമൻ എന്ന് നമ്മൾ പറയാറില്ലേ, അതായത് മൂങ്ങ വർഗത്തിൽപ്പെട്ട ചെറിയ പക്ഷികളെ പൊതുവെ വിളിക്കുന്ന പേരാണ് കൂമൻ. ഇവയുടെ ഭക്ഷണം പേരിലുള്ളതുപോലെ തന്നെ മത്സ്യങ്ങളാണ്. ആൻഡ് ദ നൈറ്റ് ജാർ ഈറ്റ്സ് ഫീൽഡ് മൈസ്. പേരിലുള്ളതുപോലെ തന്നെ അവ കഴിക്കുന്നതും മത്സ്യങ്ങളെയാണ്. നൈറ്റ്ജാർ എന്നാൽ നിലക്കൂളൻ എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കും. അവ കഴിക്കുന്നത് എന്തിനെയാണ്? വയലിലെ ചുണ്ടലികളെയാണ്. ഓൾ ഓഫ് ദീസ് ആർ നൊക്ടേണൽ ബേർഡ്സ്. അതായത് ഫോറസ്റ്റ് ഔളും ബാൺ ഔളും ഫിഷ് ഔളും നൈറ്റ്ജാറും ഒക്കെ നൊക്ടേണൽ ബേർഡ്സ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്, രാത്രികാല പക്ഷികൾ. നെക്സ്റ്റ് പേജ്, ബേർഡ്സ് ആൻഡ് ദെയർ നെസ്റ്റ്. പക്ഷികളും അവയുടെ കൂടുകളും. ഹാവ് യു നോട്ടീസ്ഡ് ദ നെസ്റ്റ് ഓഫ് ദ ബേർഡ്സ് അറൗണ്ട് us? നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷികളുടെ കൂടുകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻ വാട്ട് വേസ് ആർ ദ നെസ്റ്റ് ഡിഫറെൻറ്റ്? ഏതൊക്കെ തരത്തിലാണ് ഈ കൂടുകളൊക്കെ വ്യത്യസ്തമായിരിക്കുന്നത്? ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ആൻസർ. നിങ്ങളുടെ ഉത്തരം താഴെ കൊടുത്തിട്ടുള്ള ആ റൗണ്ടിൽ എഴുതണം. ഫസ്റ്റ് വൺ എന്താ മക്കളെ ഇവിടെ കൊടുത്തിട്ടുള്ളത്? പ്ലേസസ് വെയർ ദേ ആർ ഫൗണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമുക്കവ കാണാൻ കഴിയുക എന്നുള്ളത്. സെക്കൻഡ് വൺ, മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. ഈ കൂടുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് ഈ പക്ഷികൾ ഉപയോഗിച്ചിട്ടുള്ളതെന്നുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ ഓരോ കൂടുകളെയും വ്യത്യസ്തമാക്കുന്നത്? ഷേപ്പ് അല്ലേ? ഓരോ പക്ഷികളുടെയും കൂടിന് പല ഷേപ്പായിരിക്കും. ഇനി ക്ലൈമറ്റ് എഴുതിക്കൂടെ? കാലാവസ്ഥ. ഈ ബേർഡ്സ് കൂട് വയ്ക്കുന്ന പ്രദേശത്തെ ക്ലൈമറ്റ്, കാലാവസ്ഥയുമായിട്ട് അവർക്ക് പൊരുത്തപ്പെട്ട് അവർ സർവൈവ് ചെയ്തു പോകാൻ പാകത്തിനുള്ള കൂടായിരിക്കും അവർ ഒരുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് റീപ്രൊഡക്ഷൻ എഴുതാം, പ്രത്യുൽപാദനം. അതായത് ഈ പക്ഷികൾക്ക് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാൻ പാകത്തിന് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള കൂടായിരിക്കണം. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എഗ്സ്. പല വിധത്തിലുള്ള മുട്ടകൾ. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. വിച്ച് ബേർഡ്സ് എഗ്സ് ആർ ദീസ്? റൈറ്റ് ഇറ്റ് ഡൗൺ. താഴെ കൊടുത്തിരിക്കുന്ന മുട്ടകളുടെ പിക്ചർ മക്കൾ ശ്രദ്ധിച്ചോ? ആദ്യം കൊടുത്തിരിക്കുന്നത് ഏത് പക്ഷിയുടെ മുട്ടയാണ്? ഹെൻ, കോഴിയുടെ മുട്ടയാണല്ലേ, കോഴിമുട്ട. രണ്ടാമത്തെ പിക്ചറിലോ? ക്വൽ, കാടക്കോഴി, കാടക്കോഴിയുടെ മുട്ടയാണ്, കാടമുട്ട. നെക്സ്റ്റ് പേജിൽ കുറച്ച് പക്ഷികളുടെ എഗ്സിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ പക്ഷികളുടെ എഗ്സിൻ്റെ പിക്ചർ ഉണ്ട് മക്കളെ ഇതിൽ? എമു,
എമുവിൻ്റെ എഗ്ഗ് കണ്ടോ, ബ്ലാക്ക് കളറിൽ ഉള്ളതാണ്. നെക്സ്റ്റ് ഡക്കിൻ്റെ എഗ്ഗ് എങ്ങനെയാണ്, വൈറ്റ് കളറിലുള്ളതാണ്, സ്മോൾ ആണല്ലേ. ഓസ്ട്രിച്ചിൻ്റെയോ വലിയ വൈറ്റ് കളറിലുള്ള എഗ്ഗാണ്. നെക്സ്റ്റ് വൺ ക്രോയാണ്. ക്രോയുടെ എഗ്ഗിൻ്റെ കളർ കണ്ടോ, ഒരു തരം പെയിൽ ഗ്രീൻ കളറാണല്ലേ. അതിൻ്റെ കൂടെ തന്നെ കുക്കുവിൻ്റെ എഗ്ഗും കൊടുത്തിട്ടുണ്ട്, കുയിലിൻ്റെ എഗ്ഗ്. അതെങ്ങനെയാണ്, അതും സെയിം പെയിൽ ഗ്രീൻ കളറാണ്, ചെറിയ ഗ്രേ സ്പോട്ട്സ് ഒക്കെ അതിലുണ്ട്. അതുകൊണ്ടാവാം കാക്കയെ പറ്റിച്ച് കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്നത്. കാരണം എന്താ മക്കളെ, രണ്ട് പക്ഷികളുടെ മുട്ട കാണാൻ ഏകദേശം സെയിം ആണല്ലേ, ഒരേപോലെയൊക്കെ തന്നെയാണ്. അങ്ങനെ കൂടുണ്ടാക്കാനൊന്നും കഷ്ടപ്പെടാതെ കാക്കപ്പെണ്ണൊരുക്കുന്ന കൂട്ടിൽ മുട്ടയിട്ട് കടന്നു കളയുന്നതാണ് ഈ കുയിലിൻ്റെ ശീലം. അതുകൊണ്ടാണ് നമ്മൾ ഈ കുയിലിനെ കള്ളിക്കുയിലെന്ന് വിളിക്കുന്നത്. ഇൻ വാട്ട് വേസ് ഡു ബേർഡ്സ് എഗ് ഡിഫറെൻറ്റ്? ഏതൊക്കെ രീതിയിലാണ് പക്ഷികളുടെ മുട്ടകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സൈസ്, വലുപ്പം. ഓരോ പക്ഷികളുടെയും മുട്ടയുടെ വലുപ്പം വ്യത്യസ്തമായിരിക്കും. ഹമ്മിങ് ബേർഡിൻ്റെ മുട്ട ഏറ്റവും ചെറുതാണെങ്കിൽ ഓസ്ട്രിച്ചിൻ്റെ മുട്ട ഏറ്റവും വലുതായിരിക്കും. നെക്സ്റ്റ് എന്തെഴുതാം മക്കളെ, ഷേപ്പ് എഴുതിക്കൂടെ? സം എഗ്സ് ആർ റൗണ്ട്, സം ആർ ഓവൽ ഓർ പോയിൻറ്റഡ്. സോ ഷേപ്പ് എഴുതാം. ഇനി എന്തെഴുതാം, കളർ എഴുതാം അല്ലേ. കോമൺ കളേഴ്സ് ഏതൊക്കെയാണ് ബേർഡ്സിൻ്റെ എഗ്സിൻ്റെ? കോമൺ കളേഴ്സ് ആർ വൈറ്റ്, ബ്ലൂ ഓർ ബ്രൗൺ. സം എഗ്സ് ഹാവ് സ്പോട്ട്സ് ഓൺ ദം. നെക്സ്റ്റ് നമുക്ക് നമ്പർ എഴുതാം. സം ബേർഡ്സ് ലേ ഓൺലി 1 or 2 eggs, അതേഴ്സ് ലേ മെനി. ചില പക്ഷികൾ 1-2 മുട്ടകൾ മാത്രം ഇടുമ്പോൾ മറ്റു ചില പക്ഷികൾ ധാരാളം മുട്ടയിടാറുണ്ട്. പാറ്റേൺസും എഴുതാം. മെനി എഗ്സ് ഹാവ് ലൈൻസ് ഓർ പാറ്റേൺസ് ഓൺ ദ ഷെൽ. ചില പക്ഷികളുടെ മുട്ടത്തോടിൽ പാറ്റേൺസും ലൈൻസും ഒക്കെ നമുക്ക് കാണാം. മറ്റു ചിലതിൽ കുക്കുവിൻ്റെ മുട്ടയിലുള്ളതുപോലെ എന്താണ്, സ്പോട്ട്സ് ആണ്, ചെറിയ കുത്തുകളൊക്കെ ആയിരിക്കും ഉള്ളത്. തിക്നെസ്സും എഴുതിക്കൂടെ? ഓരോ പക്ഷികളുടെയും മുട്ടത്തോടിൻ്റെ കട്ടി, ചിലതിന് നല്ല കട്ടി കൂടുതലായിരിക്കും, ചിലതിന് തിക്നെസ് വളരെ കുറവായിരിക്കും, നേർത്തതായിരിക്കും. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ബേർഡ്സ്, ദെയർ നെസ്റ്റ് ആൻഡ് ദെയർ എഗ്സ്. പലതരം പക്ഷികളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക. കൂടെ എന്തൊക്കെ വേണം, അവയുടെ കൂടുകളുടെയും മുട്ടകളുടെയും കൂടി പിക്ചേഴ്സ് വേണം. ഐഡൻറ്റിഫൈ ദെയർ ഫീച്ചേഴ്സ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. ഈ ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തി ഒരു ആൽബം ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ദെയർ ഈസ് ഡൈവേഴ്സിറ്റി ഇൻ ബേർഡ്സ് നെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഷേപ്പ്, സൈസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ലൊക്കേഷൻ, നെസ്റ്റിംഗ് മെത്തേഡ് ആൻഡ് ദെയർ എഗ്സ്. ഈ ബേർഡ്സ് ആൻഡ് ദെയർ നെസ്റ്റ് എന്നുള്ള പോർഷനിൽ നിന്ന് മക്കൾക്ക് എന്താണ് മനസ്സിലായത്? ഓരോ പക്ഷികളുടെയും കൂട് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അവ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഷേപ്പിലും സൈസിലും ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട്. നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വ്യത്യസ്തമാണ്, സ്ഥലങ്ങൾ വ്യത്യസ്തമാണ്, അതേപോലെ കൂടൊരുക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. ഈ ബേർഡ്സ് ഇടുന്ന മുട്ടയും വ്യത്യസ്തമാണ്. നെക്സ്റ്റ് ഫർദർ റീഡിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഓസ്ട്രിച്ച് ആൻഡ് ഇറ്റ്സ് എഗ്, ഒട്ടക പക്ഷിയും അതിൻ്റെ മുട്ടയും. ദ ഓസ്ട്രിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലിവിങ് ബേർഡ് ഇൻ ദ വേൾഡ് ടുഡേ. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഒട്ടക പക്ഷിയാണ്, ഓസ്ട്രിച്ച് ആണ്. ഇറ്റ്സ് എഗ് ഈസ് ദ ലാർജസ്റ്റ് എഗ്. ഈ ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ മുട്ട. ഓൾദോ ഇറ്റ് ഹാസ് വിങ്സ്, ഇറ്റ് കാനോട്ട് ഫ്ലൈ. ഈ ഒട്ടക പക്ഷിക്ക് ചിറകുകൾ ഉണ്ടെങ്കിലും അതിന് പറക്കാൻ കഴിയില്ല. ആൻ ഓസ്ട്രിച്ച് എഗ് വെയ്റ്റ്സ് അപ്രോക്സിമേറ്റ്ലി 1.5 കിലോഗ്രാം. ഒരു ഒട്ടക പക്ഷിയുടെ മുട്ടയുടെ ഭാരം എന്നുള്ളത് 1.5 കിലോഗ്രാമോളമാണ്. മോറോവർ ഇറ്റ് ഓൾസോ ഹാസ് ദ ലാർജസ്റ്റ് ഐ എമംഗ് ഓൾ ആനിമൽസ് ലിവിങ് ഇൻ ലാൻഡ്. കരയിൽ ജീവിക്കുന്ന എല്ലാ മൃഗങ്ങളെക്കാളും ഏറ്റവും വലിയ കണ്ണുകളുള്ളതും ഈ ഒട്ടക പക്ഷിക്ക്, ഓസ്ട്രിച്ചിനാണ്. നെക്സ്റ്റ് പേജ്, മൈഗ്രേറ്ററി ബേർഡ്സ്, ദേശാടന പക്ഷികൾ. ദേശാടന പക്ഷികളുടെ വിഭാഗത്തിൽ വരുന്ന കുറച്ച് ബേർഡ്സിൻ്റെ പിക്ചേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ വാർബ്ലർ, കടും പച്ച പൊടിക്കുരുവി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇന്ത്യൻ പിറ്റ, കാവിപക്ഷി. ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ, നാഗമോഹൻ. ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ, മഞ്ഞക്കിളി. പസഫിക് ഗോൾഡൻ പ്ലോവർ, പൊൻ മണൽക്കോഴി. ലാസ്റ്റ് വൺ ഫോറസ്റ്റ് വാക്ടെയിൽ, കാട്ട് വാലുകുലുക്കി. ഡു വി ഓൾവേസ് സീ ഓൾ ദീസ് ബേർഡ്സ് ഷോൺ ഇൻ ദ പിക്ചർ? പിക്ചറിൽ കാണിച്ചിട്ടുള്ള എല്ലാ പക്ഷികളെയും എപ്പോഴും നമുക്ക് കാണാൻ കഴിയുമോ? നോ. ഡു വി ഓൾവേസ് ഹിയർ ദ സൗണ്ട്സ്? എല്ലായ്പ്പോഴും അവയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുമോ? നോ.
വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും അതിനുള്ള കാരണം? Some species of birds migrate from one place to another in large numbers to escape from adverse weather conditions to obtain food and for breeding. മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് വെച്ചാൽ എങ്ങനെയുള്ള ബേർഡ്സ് ആണ് മക്കളെ? ചില ഇനം പക്ഷികൾ വലിയ കൂട്ടമായി ഒരു സ്ഥലത്ത് നിന്ന്, അതായത് ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് ദേശാടനം നടത്താറുണ്ട്. എന്തിനാണെന്നോ? പ്രതികൂലമായ കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ആവശ്യമുള്ള ആഹാരം ലഭ്യമാക്കാൻ വേണ്ടിയും പ്രജനനം നടത്താൻ വേണ്ടിയുമാണിത്. When the weather become favorable, they return. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ ഇവ തിരികെ എത്തും. Such birds are called migratory birds. ഇത്തരത്തിലുള്ള പക്ഷികളെയാണ് നമ്മൾ ദേശാടന പക്ഷികളെന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ദേശാടന പക്ഷികളെ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ കാണാത്തതെന്ന് മുകളിൽ ചോദിച്ചിട്ടില്ലേ? ഇപ്പോൾ മക്കൾക്ക് അതിന് ഉത്തരം കിട്ടിയില്ലേ? പ്രതികൂലമായ കാലാവസ്ഥ വരുമ്പോൾ അവർ മറ്റു ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് എല്ലാ കാലത്തും നമുക്കവയെ കാണാൻ സാധിക്കാത്തതും എല്ലായ്പ്പോഴും അവയുടെ ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതും. ഫൈൻഡ് ദ നെയിംസ് ഓഫ് മോർ മൈഗ്രേറ്ററി ബേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. കൂടുതൽ ദേശാടന പക്ഷികളുടെ പേരുകൾ കണ്ടെത്തി എഴുതുക. Collect pictures and paste them in the environmental bird corner of your classroom. ദേശാടന പക്ഷികളുടെ പിക്ചേഴ്സ് ശേഖരിച്ച് നിങ്ങളുടെ ക്ലാസ് റൂമിലെ എൻവയോൺമെൻറ്റൽ ബേർഡ് കോർണറിൽ ഒട്ടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മൈഗ്രേറ്ററി ബേർഡ്സ്: ഗ്രേറ്റർ ഫ്ലമിംഗോ, വിസ്കേർഡ് ടേൺ, ബ്രൗൺ ഹെഡഡ് ഗൾ, ബൂട്ടഡ് ഈഗിൾ, ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റ്, മലബാർ വിസ്ലിംഗ് ത്രഷ്, സൈബീരിയൻ ക്രെയിൻ, ഏഷ്യൻ ഓപ്പൺ ബിൽ ആൻഡ് പെയിൻറ്റഡ് സ്റ്റോക്ക്. നെക്സ്റ്റ് പേജ് നമ്പർ 61. ബേർഡ്സ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. പക്ഷികളും പരിസ്ഥിതിയും. ഹാവ് യു നോട്ടീസ്ഡ് പീപ്പിൾ ട്രീസ് ഗ്രോവിങ് ഓൺ ദ ടോപ്പ് ഓഫ് സർട്ടൻ ബിൽഡിങ്സ്? ചില കെട്ടിടങ്ങളുടെയൊക്കെ മുകൾ ഭാഗത്തായിട്ട് പീപ്പിൾ ട്രീ, അരയാൽ മരം വളർന്നു നിൽക്കുന്നത് മക്കൾ കണ്ടിട്ടുണ്ടോ? അരയാൽ വൃക്ഷം അവിടെ ആരെങ്കിലും നട്ടതായിരിക്കുമോ കൊണ്ടുവന്ന്? ഹാസ് എനിവൺ പ്ലാന്റഡ് ഇറ്റ് ദേർ? നോ. പിന്നെ എങ്ങനെയായിരിക്കും ആ വൃക്ഷം അവിടെ വളർന്നു വന്ന് നിൽക്കുന്നത്? When birds eat the fruit and give up the seeds in other places or drop the swallowed seeds, they lie there and germinate. പക്ഷികൾ ഈ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ, ഫ്രൂട്ട്സ്, കായ കഴിച്ചിട്ട് അതിൻ്റെ സീഡ്സ് മറ്റിടങ്ങളിൽ ഉപേക്ഷിക്കുന്നു. അതുമല്ലെങ്കിൽ ഈ പക്ഷികളുടെ വിസർജ്യം വഴി സീഡ്സ് മറ്റ് സ്ഥലങ്ങളിൽ വീഴുകയും അവിടെ കിടന്നത് മുളച്ചു വരികയും ചെയ്യുന്നു. അങ്ങനെയാണ് ബിൽഡിങ്സിൻ്റെ ഒക്കെ ടോപ്പിൽ ഇത്തരം വൃക്ഷങ്ങൾ ഗ്രോ ചെയ്യുന്നത്. ഹൗ ആർ ബേർഡ്സ് ബെനിഫിഷ്യൽ ടു ദ എൻവയോൺമെൻറ്റ്? എങ്ങനെയൊക്കെയാണ് പക്ഷികൾ പരിസ്ഥിതിക്ക് പ്രയോജനം ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണ് മക്കളെ? 1. സീഡ് ഡിസ്പേഴ്സൽ, വിത്ത് വിതരണം. ബേർഡ്സ് ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ഡ്രോപ്പ് ദ സീഡ്സ് ഓൺ ദ ഗ്രൗണ്ട് വിച്ച് ഹെൽപ്സ് ദ ന്യൂ പ്ലാന്റ്സ് ടു ഗ്രോ. നെക്സ്റ്റ് എന്തെഴുതാം നമുക്ക്? പോളിനേഷൻ എഴുതാമല്ലേ? പരാഗണം. സം ബേർഡ്സ് ഡ്രിങ്ക് നെക്ടാർ ഫ്രം ഫ്ലവേഴ്സ് ആൻഡ് ക്യാരി പോളൻ ഫ്രം വൺ ഫ്ലവർ ടു അനദർ. ഒരു പൂവിൽ നിന്ന് തേൻ കുടിച്ച ശേഷം അതിൽ നിന്ന് പൂമ്പൊടി ക്യാരി ചെയ്തുകൊണ്ട് അടുത്ത പൂവിൽ എത്തിക്കുന്നു. സോ പോളിനേഷൻ നടക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എന്തെഴുതാം? ഫുഡ് എഴുതാം. വി ഈറ്റ് ദ എഗ്സ് ആൻഡ് മീറ്റ് ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ മുട്ടയും ഇറച്ചിയും ഒക്കെ നമ്മൾ ഭക്ഷണമാക്കില്ലേ? നെക്സ്റ്റ് നമുക്ക് എന്തെഴുതാം മക്കളെ? ക്ലീൻ സറൗണ്ടിങ്സ്. എക്സാമ്പിൾ: crows eat dead animals and waste, keeping the environment clean. Next, control pest, കീട നിയന്ത്രണം. Birds eat insect and rats that harm crops. വിളകളെയൊക്കെ നശിപ്പിക്കുന്ന എലികളെയും ചെറു പ്രാണികളെയും ഒക്കെ ബേർഡ്സ് ഫുഡാക്കും. അങ്ങനെ കീട നിയന്ത്രണം നടക്കുന്നു. Birds play an important role in maintaining ecological balance. Last one, giving happiness. Birds are beautiful. Watching them and listening to their sounds makes us happy. പക്ഷികളെ കാണാൻ നല്ല ഭംഗിയല്ലേ? അവയെ കാണുന്നതും അവയുടെ സൗണ്ട് കേൾക്കുന്നതും ഒക്കെ നമുക്ക് സന്തോഷം തരുന്നു. Next, in search of drinking water. How do birds and animals quench their thirst in the summer when springs and other water bodies dry up? വേനൽക്കാലത്ത് ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ടു പോകുമ്പോൾ എങ്ങനെയാണ് പക്ഷികളും മൃഗങ്ങളും അവയുടെ ദാഹം അകറ്റുന്നത്? To protect birds from the heat and drought in summer, we can provide birds with drinking water. വേനൽക്കാലത്തെ ചൂടിൽ നിന്നും വരൾച്ചയിൽ നിന്നും പക്ഷികളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്കവർക്ക് കുടിവെള്ളം നൽകാൻ കഴിയും. അതിനെന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്?
For this, you can pour water in earthen pots and keep under the trees or in any other open places. മൺപാത്രങ്ങളിൽ വെള്ളം നിറച്ച് മരങ്ങളുടെ താഴെയായിട്ട് തണലുള്ള ഭാഗത്തോ അതുമല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിലോ വെച്ചു കൊടുക്കുക. മൺപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണ് മക്കളെ? വേനൽക്കാലമല്ലേ, മറ്റു പാത്രങ്ങളൊക്കെ ആണെങ്കിൽ വെള്ളം പെട്ടെന്ന് ചൂടായി പോകും. മൺപാത്രമാകുമ്പോൾ വെള്ളം ആ ഒരു തണുപ്പോടുകൂടി ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. Be sure to change the water frequently to prevent mosquitoes from laying their eggs. നമ്മൾ വെള്ളം ഇങ്ങനെ കൊടുത്താൽ മാത്രം പോരാ, ഇടയ്ക്കിടെ ഫ്രീക്വൻ്റ് ആയിട്ട് വെള്ളം ചേഞ്ച് ചെയ്യുകയും വേണം. വാട്ടർ മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പഴയ വെള്ളം തന്നെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൽ കൊതുക് മുട്ടയിടാനുള്ള സാധ്യതയുണ്ട്. Set up a place in your school to provide food and water for birds. നിങ്ങളുടെ സ്കൂളിലും ഇങ്ങനെ പക്ഷികൾക്ക് വെള്ളവും ആഹാരവും കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പേജ്, ഗ്രേറ്റ് ഹോൺബിൽ ടുവാർഡ്സ് ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. മലമുഴക്കി വേഴാമ്പൽ, നിലനിൽപ്പ് ഭീഷണിയിലേക്ക്. The great hornbill, also known as farmer of the forest, is the official bird of Kerala. കാടിൻ്റെ കർഷകനെന്നും അറിയപ്പെടുന്ന മലമുഴക്കി വേഴാമ്പലാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒഫീഷ്യൽ ബേർഡ്, സംസ്ഥാന പക്ഷി. ഇറ്റ് ഈസ് നൗ ഫേസിംഗ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഇപ്പോൾ ഈ പക്ഷി നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണ്? വംശനാശ ഭീഷണിയാണ്. The number of birds like the great hornbill and house sparrow is now decreasing. What could be the reasons? മലമുഴക്കി വേഴാമ്പൽ, അടയ്ക്ക, കുരുവി തുടങ്ങിയ പക്ഷികളുടെ എണ്ണത്തിൽ വലിയ ഒരു കുറവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? സ്കാർസിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ്, ഭക്ഷ്യവിഭവങ്ങളുടെ ക്ഷാമം. ലാക്ക് ഓഫ് ടോൾ ട്രീസ്, ഉയരം കൂടിയ വൃക്ഷങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ്. ഹ്യൂമൻ പ്രസൻസ്, മനുഷ്യ സാന്നിധ്യം. ഇനി നമുക്ക് എന്തൊക്കെ വേറെ എഴുതാം മക്കളെ? ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, വ്യാപകമായി കീടനാശിനികൾ ഉപയോഗിക്കുന്നത്. ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നത്. താഴെ ബോക്സിൽ എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ദ റെഡ് ഡാറ്റ ബുക്ക് ഈസ് എ ബുക്ക് ദാറ്റ് റെക്കോർഡ്സ് എൻഡേഞ്ചേർഡ് ആൻഡ് റെയർ സ്പീഷീസ്. വംശനാശ ഭീഷണി നേരിടുന്നതും അപൂർവ ഇനത്തിൽപ്പെട്ടതുമായ സസ്യങ്ങളെയും ജീവികളെയും കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക്. Write the names of other endangered birds of Kerala in my environmental science diary. വംശനാശ ഭീഷണി നേരിടുന്ന മറ്റ് പക്ഷികൾ ഏതൊക്കെയാണെന്ന് അവയുടെ പേര് നിങ്ങളുടെ EVSൻ്റെ നോട്ട്ബുക്കിൽ എഴുതണം. കളക്ട് ദെയർ പിക്ചേഴ്സ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. അവയുടെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒരു ആൽബം കൂടി തയ്യാറാക്കണം. എൻഡേഞ്ചേർഡ് ബേർഡ്സ് ഓഫ് കേരള: ഗ്രാസ് ബേർഡ്, നീൽഗിരി പിപ്പിറ്റ്, നീൽഗിരി ഫ്ലൈ ക്യാച്ചർ, നീൽഗിരി വുഡ് പീജിയൻ, വൈറ്റ് ബെല്ലിഡ് ഷോർട്ട് വിങ്, ലാഫിംഗ് ത്രഷ്. നെക്സ്റ്റ് പേജ്, ബേർഡ് വാച്ചേഴ്സ്, ഓർണിത്തോളജിസ്റ്റ്, പക്ഷി നിരീക്ഷകർ. When Salim was 10 years old, he shot a sparrow named Manyatali with an air gun that his uncle had given him as a gift. തൻ്റെ അങ്കിൾ സമ്മാനിച്ച എയർ ഗൺ ഉപയോഗിച്ച് 10 വയസ്സുകാരനായ സലീം മഞ്ഞത്താലി എന്ന സ്പാരോ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ബേർഡിനെ ഷൂട്ട് ചെയ്തു, വെടിവെച്ച് താഴെയിട്ടു. Salim and his uncle took this bird and went to visit his uncle's friend W.S. Millard, an officer of the Natural History Society, Bombay, Mumbai. വെടിവെച്ച് വീഴ്ത്തിയ പക്ഷിയും എടുത്തുകൊണ്ട് സലീമും അങ്കിളും കൂടി ഈ അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു W.S. മില്ലാർഡ്. അദ്ദേഹം മുംബൈയിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലെ ഒരു ഓഫീസറായിരുന്നു. He introduced Salim to the collection of birds preserved and kept at the society. അവിടെ സംരക്ഷിച്ചു പോരുന്ന പക്ഷികളെയൊക്കെ അദ്ദേഹം സലീമിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇറ്റ് ഇൻക്ലൂഡഡ് സ്പാരോസ് ലൈക്ക് ദ മഞ്ഞത്താലി ദാറ്റ് സലീം ഹാഡ് ഷോട്ട്. സലീം വെടിവെച്ച് വീഴ്ത്തിയ മഞ്ഞത്താലി എന്ന കുരുവി വർഗത്തിൽപ്പെട്ട പക്ഷിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. This visit marked the turning point for him to be a bird lover later. നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ സന്ദർശനമാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ വലിയ ഒരു പക്ഷി സ്നേഹിയാക്കി മാറ്റിയത്. ദിസ് ഈസ് ദ ബയോഗ്രഫി ഓഫ് ഡോക്ടർ സലീം അലി, ദ ഗ്രേറ്റസ്റ്റ് ബേർഡ് വാച്ചർ ഇന്ത്യ ഹാസ് എവർ സീൻ. ഇന്ത്യ കണ്ടതിലേക്കും ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലി, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി, ജീവചരിത്രമാണ് നമ്മൾ മുകളിൽ വായിച്ചത്.
We celebrate his birthday November 12 as National Bird Watching Day. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നത്. ഡോക്ടർ സലീം അലി, ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ. Dr. Salim Ali was a famous Indian birdwatcher and scientist. He was born on November 12, 1896 in Mumbai, India. He loved watching birds and learning about them. He traveled to many places to study different kinds of birds. He wrote books that helped people understand and protect birds. Because of his great work, he is called the Bird Man of India. ഡു യു നോ എനി അതർ ബേർഡ് വാച്ചേഴ്സ്? നിങ്ങൾക്ക് ഏതെങ്കിലും മറ്റ് പക്ഷി നിരീക്ഷകരെ അറിയാമോ? ഫൈൻഡ് മോർ ഇൻഫർമേഷൻ എബൌട്ട് ദം ആൻഡ് റൈറ്റ്. അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് എഴുതുക. താഴെ 2 പേരുടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ശ്രീ കെ നീലകണ്ഠൻ, ഓൾസോ നോൺ ആസ് ഇന്ദുചൂടൻ. നെക്സ്റ്റ് വൺ ഈസ് ഡോക്ടർ ആർ സുഗതൻ. കെ നീലകണ്ഠൻ. He was born on April 15, 1923 in Mankombu, Alappuzha district, better known by his pen name Induchudan. He wrote the book Birds of Kerala in 1958. He was one of the key leaders in Kerala's environmental protection movements. He played a major role in the Silent Valley protection movement. He wrote many articles about birds and nature in simple language for the public, and he was one of the main founders of Kerala Natural History Society. Dr. R. Sugadan. Dr. R. Sugadan is a well-known bird watcher and nature lover from Kerala, India. He worked for many years studying birds and animals, especially at the Thattekad Bird Sanctuary, which was started by Dr. Salim Ali. He helped protect many kinds of birds and taught people to care for nature. He discovered a new type of owl named Ripley owl. He also wrote books and gave talks to spread love for birds and wildlife. The branch of science related to the study of birds is called ornithology. പക്ഷികളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് ഓർണിത്തോളജി. ബേഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് പറയുന്ന പേരാണ് ഓർണിത്തോളജി. ബേർഡ് സാങ്ച്വറി, പക്ഷി സങ്കേതം. ദ ബേർഡ് സാങ്ച്വറി ഇൻ കേരള നെയിംഡ് ആഫ്റ്റർ ഡോക്ടർ സലീം അലി ഈസ് ദ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. ഡോക്ടർ സലീം അലിയുടെ പേരിലുള്ള കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. ഡു യു നോ എനി അതർ ബേർഡ് സാങ്ച്വറീസ്? നിങ്ങൾക്ക് മറ്റേതെങ്കിലും പക്ഷി സങ്കേതങ്ങൾ അറിയാമോ? പക്ഷി പാതാളം ബേർഡ് സാങ്ച്വറി, വയനാട് ഡിസ്ട്രിക്റ്റ്. ചൂലനൂർ പീ ഫൗൾ സാങ്ച്വറി അഥവാ മയിലാടുംപാറ, പാലക്കാട് ഡിസ്ട്രിക്റ്റ്. പാതിരാമണൽ ഐലൻഡ്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഡൗൺ 1. The only bird sanctuary in Kerala located in mangrove forest. ഏതാണ് മക്കളെ? മംഗളവനം. 2. Known as Dr. Salim Ali Bird Sanctuary, തട്ടേക്കാട്. ഇനി across. 3. The only peacock sanctuary in Kerala, ചൂലനൂർ. 4. Bird sanctuary in Kozhikode district where migratory birds are mostly seen, കടലുണ്ടി. 5. A bird sanctuary in Kottayam district, Kumaragam. Find more information about other bird sanctuaries and write them in my environmental science diary. കൂടുതൽ ബേർഡ് സാങ്ച്വറീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് നിങ്ങളുടെ EVS നോട്ട്ബുക്കിൽ എഴുതുക. ക്രോസ്, പെസൻസ്, മൈനാസ്, പീകോക്സ്, ഹോൺബിൽസ്, വാക്ടെയിൽസ് ആൻഡ് മെനി മോർ മില്യൺസ് ഓഫ് ഡൈവേഴ്സ് ബേർഡ്സ് ഇൻ ദിസ് ലിവിംഗ് വേൾഡ്. കാക്ക, ഉപ്പൻ, മൈന, മയിൽ, വേഴാമ്പലുകൾ, വാലാട്ടിപ്പക്ഷികൾ തുടങ്ങി ദശലക്ഷക്കണക്കിന് വ്യത്യസ്ത ഇനം പക്ഷികൾ നമ്മുടെ ഈ ലോകത്തിലുണ്ട്. മെനി ഓഫ് ദം ആർ ഹാവിംഗ് സ്വീറ്റ് വോയിസസ്, ഡൈവേഴ്സ് കളേഴ്സ്, ഡിഫറെൻറ്റ് മൈഗ്രേറ്ററി പാത്സ്, വാട്ട് നോട്ട്. ഇവയിൽ ഒരുപാട് പക്ഷികൾക്ക് നല്ല മധുരമൂറുന്ന ശബ്ദമുണ്ട്, വ്യത്യസ്ത ഇനം കളറുകളുണ്ട്, വ്യത്യസ്ത ഇനം ദേശാടന പാതകളുണ്ട്. പിന്നെ എന്താണില്ലാത്തത്? Let's continue our fascinating journey into the world of winged buddies by exploring and discovering more about them.
ഈ പക്ഷികളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചും അറിഞ്ഞും ചിറകുള്ള കൂട്ടുകാരുടെ ലോകത്തു കൂടിയുള്ള ആകർഷകമായ യാത്ര നമുക്ക് തുടരാം. ലെറ്റ്സ് അസസ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡ്രോ ലൈൻസ് ത്രൂ ദ റൈറ്റ് പാത്ത് ടു കണക്ട് ദ ബേർഡ്സ് ടു ദെയർ ഫുഡ്സ്. ഇവിടെ ചില ബേർഡ്സിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്, താഴെ അതിൻ്റെ ഫുഡിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ലൈൻ വരച്ച് ഓരോ ബേർഡ്സിൻ്റെയും കറക്റ്റ് ഫുഡുമായി കണക്ട് ചെയ്യണം. നെക്സ്റ്റ് പേജ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹായ്, ഈസ് ദിസ് എ woodpecker? Robbie shouted when he saw a bird by the side of the pond. കുളത്തിൻ്റെ കരയിൽ ഒരു പക്ഷിയെ കണ്ടപ്പോൾ അതൊരു മരംകുത്തിയാണോ എന്ന് റോബി ചോദിച്ചു. The beak of woodpeckers is not like this, അയാൻ replied. അപ്പോൾ അയാൻ മറുപടി പറഞ്ഞു, വുഡ്പെക്കറിൻ്റെ മരം കൊത്തിയുടെ കൊക്ക് ഇങ്ങനെ അല്ലല്ലോ. Then which bird is this? അങ്ങനെയാണെങ്കിൽ ഇത് ഏത് പക്ഷിയായിരിക്കും? കംപ്ലീറ്റ് ദ പിക്ചർ ഗിവിങ് അപ്രോപ്രിയേറ്റ് കളേഴ്സ്. ഈ ചിത്രത്തിന് യോജിച്ച കളേഴ്സ് കൊടുത്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യണം. പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഈ പക്ഷിയുടെ ഫീച്ചേഴ്സ് വെച്ച് ഒരു നോട്ടും തയ്യാറാക്കണം. ഏത് പക്ഷിയാണ് മക്കളെ ഇത്? ഇറ്റ് ഈസ് എ കിങ്ഫിഷർ. The kingfisher is a small to medium-sized bird with a large head and short legs. It has a long, sharp and pointed beak which helps it catch fish easily. Its feathers are bright and colorful, usually a mix of blue, green and orange. The kingfisher has a very sharp eyesight that allows it to spot fish from above the water. It has short wings and flies quickly and directly. This bird is usually found near rivers, lakes, ponds and wetlands. It mainly eats fish but can also eat insects and small aquatic animals. The kingfisher makes its nest in burrows on riverbanks. It is a patient hunter and often perches silently before diving swiftly to catch its prey. Question number 3. Manasa and Ebin were playing a table completion game. Join them and complete the table. മാനസയും എബിനും ചേർന്ന് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഗെയിം കളിക്കുകയായിരുന്നു. അവരുടെ കൂടെ ചേർന്ന് താഴെ തന്നിരിക്കുന്ന ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ. നെയിം ഓഫ് ദ ബേർഡ് പാരറ്റ്. കളർ ഈസ് ഗ്രീൻ. ഫുഡ് ഗ്രെയിൻസ്, സീഡ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ബോഡി ഫീച്ചേഴ്സ് കർവ്ഡ് റെഡ് ബീക്ക്, slim legs for climbing trees, long triangle shaped tail, black ring around the neck. Next, nest, cood. Parrots usually build nest in tree holes. Next bird, crow ആണ്. black color. Food leftovers, grains and insects. Body features long pointed beak ആണ്. Nest, crows build nest on tree branches using sticks. They also decorate the nest using soft things. Next bird owl ആണ്. Color brown or grey. Food small animals. Body features feathers help them fly silently and hunt at night. Nest owls usually do not build their own nest. They use old nest made by other birds, tree holes or old buildings. Some owls makes burrows in the ground. നെക്സ്റ്റ് ബേർഡ് കിങ്ഫിഷർ ആണ്. കളർ ഈസ് ബ്രൈറ്റ് ബ്ലൂ ആൻഡ് ഓറഞ്ച്. ഫുഡ് ഫിഷ് ആണ്. ബോഡി ഫീച്ചേഴ്സ് ലോങ് പോയിൻറ്റഡ് ബീക്ക്. നെക്സ്റ്റ് ദേ ഡിഗ് ടണൽസ് ഇൻ റിവർ ബാങ്ക്സ് ഓർ നിയർ വാട്ടർ ബോഡീസ് ആൻഡ് ബിൽഡ് നെസ്റ്റ് ഇൻസൈഡ്. ലാസ്റ്റ് വൺ ഈസ് വുഡ്പെക്കർ. യെല്ലോ മിക്സ്ഡ് വിത്ത് ഗ്രീൻ ഓർ ബ്രൗൺ കളറാണ്. ഫുഡ് കഴിക്കുന്നത് ഇൻസെക്ട്സും വേംസും ആണ്. ബോഡി ഫീച്ചേഴ്സ് ഷാർപ്പ് ബീക്കുണ്ട്, റെഡ് ക്യാപ്പ് ഓൺ ഹെഡ് ഉണ്ട്. നെക്സ്റ്റ് ലീവ്സ് ഇൻ ട്രീ ഹോൾസ്. നെക്സ്റ്റ് പേജിൽ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ലെറ്റ്സ് മേക്ക് ആൻ ആൽബം. പ്രിപ്പയർ ആൻ ആൽബം ഓഫ് ബേർഡ്സ് ബൈ ഡ്രോയിങ് ഓർ പേസ്റ്റിംഗ് പിക്ചേഴ്സ് ഓഫ് വേരിയസ് ബേർഡ്സ്. വ്യത്യസ്ത ഇനം പക്ഷികളുടെ ചിത്രങ്ങൾ വരയ്ക്കുകയോ ഒട്ടിക്കുകയോ ചെയ്ത് ഒരു ആൽബം പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മേക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് ബൈ അറേഞ്ചിങ് ദ ഫെദേഴ്സ് ഓഫ് വേരിയസ് ബേർഡ്സ്. പലതരം പക്ഷികളുടെ തൂവലുകൾ ക്രമീകരിച്ച് അറേഞ്ച് ചെയ്ത് ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ടാക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ഷോർട്ട് പ്ലേ ഓൺ ദ റോൾ ഓഫ് ബേർഡ്സ് ഇൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ പക്ഷികളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ചെറിയ നാടകം അവതരിപ്പിക്കുക.
So, my dears, we learned about the different types of birds that we seen around our homes, in the fields, and all around our environment. Dears, don't waste any opportunity to see and learn about birds. Bird watching is an interesting experience. Are everyone is ready for bird watching? പക്ഷികളെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ, അവയുടെ പാട്ട് കേൾക്കാനോ അതിലും രസമല്ലേ. ഭംഗിയും പാട്ടും മാത്രമല്ല, പ്രകൃതിയുടെയും നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗം തന്നെയാണ് ഈ പക്ഷികളൊക്കെ. കുറേയേറെ പക്ഷികളെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടില്ലേ. മനോഹരമായ ഇനങ്ങളും വർണ്ണാഭമായ നിറങ്ങളും ആകാശത്തിന് കുറുകെയുള്ള യാത്രകളും ഒക്കെ ആയിട്ട് പക്ഷികൾ കുറേയേറെ രഹസ്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചു അല്ലേ മക്കളെ. പക്ഷികളുടെ വിസ്മയ ലോകത്തു കൂടിയുള്ള യാത്ര മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ പാഠത്തിലൂടെ നമ്മുടെ കേരളത്തിൽ കാണുന്ന ചിറകുള്ള കുറേ കൂട്ടുകാരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ മക്കൾക്ക് സാധിച്ചില്ലേ? Okay, my dear kids, I will see you again in our next class. Bye bye. Take care, my dears, and happy learning.